നമസ്കാരം. ഹനുമാൻ ജയന്തി ഏപ്രിൽ 23-നാണ് വരുന്നത്. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ട നക്ഷത്രക്കാരാകുന്നു. മറ്റു നക്ഷത്രക്കാർ ദർശനം നടത്തരുത് എന്നല്ല പറയുന്നത്. ഈ നക്ഷത്രക്കാർ തീർച്ചയായും ദർശനം നടത്തണം, മുടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ദർശനം നടത്തുക. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവർ ഹനുമാൻ ജയന്തി ദിവസമോ അല്ലെങ്കിൽ അതിനു മുൻപുള്ള ദിവസമോ ദർശനം നടത്തുക. ഹനുമാൻ ജയന്തി ദിവസം ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ഇവർ തീർച്ചയായും ഈ വഴിപാടുകൾ കൂടി നടത്തുക. ഏവരും ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. തീർച്ചയായും അശ്വതി നക്ഷത്രക്കാർ ഹനുമാൻ ജയന്തി ദിവസമോ അതിനു മുൻപോ തീർച്ചയായും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇപ്രകാരം ദർശനം നടത്തുന്നതിലൂടെ തീർച്ചയായും ന്യായമായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള ദിശാബോധം വന്നു ചേരും. കൂടാതെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കർമ്മരംഗത്ത് വളരെയധികം മുന്നേറ്റം നടത്തുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ പല രോഗദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ദോഷഫലങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. കലാപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെയധികം മികവ് പുലർത്തുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഞാൻ ഈ പറയുന്ന വഴിപാട് ഭഗവാന് നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഭഗവാന് പറ നിറയ്ക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. മലർപ്പറ തന്നെ നിറയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കദളിപ്പഴം സമർപ്പിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. സർവകാര്യ വിജയവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തീർച്ചയായും അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്യുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ തീർച്ചയായും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു. ഏപ്രിൽ 23-നോ അതിനു മുൻപോ ദർശനം നടത്തുക. പ്രത്യേകിച്ചും ഹനുമാൻ ജയന്തി ദിവസം ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇപ്രകാരം ദർശനം നടത്തുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകാര്യത വർദ്ധിക്കും, ആദരവ് ലഭിക്കും. കൂടാതെ ഇഷ്ടഭക്ഷണം, ഇഷ്ടവസ്തുക്കൾ ജീവിതത്തിലേക്ക് വാങ്ങുവാൻ അഥവാ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. സഹജമായ കഴിവുകൾ പുറത്തെടുക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. പുരോഗതി അത് എല്ലാ കാര്യങ്ങളിലും ദൃശ്യമാകും എന്ന കാര്യവും ഓർക്കുക. ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം ഐക്യം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം വന്നു ചേരേണ്ട ദുരിതപൂർണമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ശത്രുദോഷങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇവർ തീർച്ചയായും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഞാൻ ഈ പരാമർശിക്കുന്നതായ വഴിപാടുകൾ നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാന് തുളസിമാല ചാർത്തുക, കദളിപ്പഴം സമർപ്പിക്കുക. കൂടാതെ സാധിക്കുന്നവർ വെറ്റിലമാല ഭഗവാന് സമർപ്പിച്ച് ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. തീർച്ചയായും ഭരണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർക്ക് ഈ സമയം അത്ര ശുഭകരമല്ല. തീർച്ചയായും ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നതും സ്വാമിയുടെ കടാക്ഷം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതും തടസ്സങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യം വന്നു ചേരുവാൻ സഹായകരമാണ്.
ഏപ്രിൽ 23 മുൻപോ അല്ലെങ്കിൽ ഏപ്രിൽ 23 ഹനുമാൻ ജയന്തി ദിവസം തീർച്ചയായും ഇവർ ദർശനം നടത്തുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ നക്ഷത്രക്കാർ ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പിന്തുണ വർദ്ധിക്കും. ദൗത്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. വ്യാപാരങ്ങളിലും ബിസിനസ്സിലും വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തർക്കങ്ങൾ അകന്ന് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അകലും. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലും. തീർച്ചയായും നിങ്ങൾ ഈ സമയം കരിക്ക് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. 2 കരിക്ക് സമർപ്പിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാരും സ്വാമിയെ ദർശിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏപ്രിൽ 23 മുൻപോ അല്ലെങ്കിൽ ഏപ്രിൽ 23 ദർശനം നടത്തുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ പദവികൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. പ്രീതി ലഭിക്കുന്നതാകുന്നു. കൂടാതെ ഈ സമയം പിതൃസ്വത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കും. ദുർവാസനകൾ അകലും. ശത്രുദോഷങ്ങൾ അകലുകയും ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അകലുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ സമയം പുതിയ കർമ്മരംഗത്ത് അല്ലെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. കൂടാതെ കടബാധ്യതകൾ അകലുവാൻ സാധിക്കും. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ഈ സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഏതൊരു വ്യവഹാരവും നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും ഈ സമയം ഹനുമാൻ സ്വാമിയെ ദർശിക്കുമ്പോൾ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ 2 കരിക്ക് സമർപ്പിക്കുന്നതും സിന്ദൂരം സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം തന്നെയാണ്. എന്നാൽ മെയ് മുതൽ കാര്യങ്ങൾ അനുകൂലമല്ല. എന്നാൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമായി തീരും. തീർച്ചയായും നിങ്ങൾക്ക് പുതുവഴികൾ തേടേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അതിന് അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. അതിനാൽ ഏപ്രിൽ 23 മുൻപോ അല്ലെങ്കിൽ ഏപ്രിൽ 23 ഭഗവാനെ ദർശിക്കുക. ഹനുമാൻ ജയന്തി ദിവസം തന്നെ ദർശിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. രോഗദുരിതങ്ങൾ അകലും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ശത്രുദോഷങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. കൂടാതെ പദവികൾ നിങ്ങളെ തേടിയെത്തും. സാഹസങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചിന്തകൾ വന്നു ചേരും. കൂടാതെ പിണങ്ങിയവർ പോലും ഇണങ്ങുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ച വന്നു ചേരും. ഈ സമയം തീർച്ചയായും ഭഗവാന് പറ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മലർപ്പറ തന്നെ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം കരിക്ക് സമർപ്പിക്കുന്നതും സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. 2 കരിക്ക് തന്നെ ഭഗവാനെ സമർപ്പിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരും തീർച്ചയായും ഭഗവാനെ ദർശിക്കേണ്ട നക്ഷത്രക്കാർ തന്നെയാകുന്നു. മുടക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം. ഹനുമത് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക. തീർച്ചയായും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും അനുകൂലമായി തീരും. കാരണം ഈ സമയം കടങ്ങൾ വീട്ടുവാൻ പോലും സാധിക്കും. വ്യാപാരം കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല നാളുകളായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം വന്നു ചേരും. ശത്രുക്കൾ ജീവിതത്തിൽ നിന്നും അകലും. ശത്രുദോഷം നിങ്ങളെ ബാധിക്കുന്നതല്ല. കൂടാതെ ഈ സമയം തീർച്ചയായും ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. ഈ സമയം ഭഗവാന് 2 കരിക്ക് സമർപ്പിക്കുന്നതും വെറ്റിലമാല ചാർത്തുന്നതും അതീവ ശുഭകരമാണ്. സാധിക്കാത്തവർ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക. സിന്ദൂരം കൂടി സമർപ്പിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്.
മൂല നക്ഷത്രക്കാരും തീർച്ചയായും ഹനുമാൻ സ്വാമിയെ ആരാധിക്കേണ്ട നക്ഷത്രക്കാർ തന്നെയാണ്. ഇവർ തീർച്ചയായും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഹനുമാൻ ജയന്തി ദിവസം തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തൊഴിൽപരമായും ധനപരമായും നേട്ടങ്ങൾ വന്നു ചേരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അകലും. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അകലും. മനസ്സിനെ അലട്ടുന്നതായ ക്ലേശങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും മികവ് പുലർത്തുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ വ്യക്തിമുദ്ര നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിജയങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും. മക്കളുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങളും വ്യക്തികളുടെ പ്രീതിയും സമ്പാദിക്കുവാൻ സാധിക്കും. സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. തീർച്ചയായും ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു. മലർപ്പറ സമർപ്പിക്കുന്നതും കരിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം സിന്ദൂരം സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. 2 കരിക്ക് തന്നെ ഭഗവാന് സമർപ്പിക്കുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല ദുരിതങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർ തീർച്ചയായും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഹനുമാൻ ജയന്തി ദിവസമോ അതിനു മുൻപുള്ള ദിവസമോ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒഴിഞ്ഞു പോകും. അപകടങ്ങൾ പോലും ഒഴിഞ്ഞു പോകും. ഈ സമയം നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ദൃഢത വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് അനിവാര്യമായ ധനം കൈകളിലേക്ക് വന്നു ചേരും. ആവശ്യമുള്ള പല കാര്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. സുഖകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവസരത്തിനൊത്ത് ഉയരുവാൻ സാധിക്കും. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം ബുദ്ധി വർദ്ധിക്കുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ സമയം ഏതെല്ലാം കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചോ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ഞാൻ ഈ പറയുന്ന വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുക. ഈ സമയം ഭഗവാന് 2 കരിക്ക് സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. വെറ്റിലമാല കൂടി ചാർത്തുക. സാധിക്കാത്തവർ തുളസിമാല ചാർത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. കൂടാതെ കുങ്കുമം ഭഗവാന് സമർപ്പിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർ തീർച്ചയായും ഭഗവാനെ ദർശിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാനെ ദർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കും. അവസരത്തിനൊത്ത് ഉയരുവാൻ സാധിക്കും. ആസൂത്രണത്തോടെ പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കൂടാതെ സാമ്പത്തികമായ ഉയർച്ച വന്നു ചേരും. വായ്പാ തിരിച്ചടവ് പോലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും. കൂടാതെ ഈ സമയം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾക്ക് പ്രതികൂലമായ കാര്യങ്ങൾ പോലും അനുകൂലമായി തീരും. ശത്രുക്കളുടെ ശക്തി നശിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോകും. ആരോഗ്യപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ മലർപ്പറ നടത്തുന്നതും 2 കരിക്ക് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം കുങ്കുമം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭഗവാൻ കടാക്ഷിക്കുക തന്നെ ചെയ്യും.